Hello guys, welcome back to my YouTube channel. അപ്പോൾ എനിക്കറിയാം ഗായ്സ്, ഒരു 10-11 ദിവസമായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ വാലന്റൈൻസ് ഡേ ആയിട്ട് എല്ലാവരും ഡയറി മിൽക്ക് വാങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഡയറി മിൽക്ക് വാങ്ങിയപ്പോൾ നമുക്ക് ഡയറി മിൽക്ക് കിട്ടിയില്ല. അപ്പോൾ എന്താക്കി, ഞാൻ തന്നെ ഒരു ഡയറി മിൽക്ക് വാങ്ങി. ഞാൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് 2 ഡയറി മിൽക്ക് വാങ്ങി. ആൻഡ് ഇന്ന് നമ്മൾ എന്താ ഇത് വെച്ച് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ വലിയൊരു ഫാനാണ് M4Techൻ്റെ. അങ്ങനെ ഞാൻ വാലന്റൈൻസ് ഡേ വീഡിയോ കണ്ടപ്പോഴാണ് അത് വെച്ചിട്ട് പ്രഥമൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കും ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഡയറി മിൽക്ക് പ്രഥമൻ എന്ന്. അപ്പോൾ ജിയോ ചേട്ടൻ ഇത് ഭയങ്കര ആർഭാടമായിട്ട് ഒരു കടയിൽ മൊത്തം ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ച് ചെയ്തതുപോലെ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്നുള്ള 2 ഡയറി മിൽക്ക് വാങ്ങി. ആൻഡ് ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ കലാപരിപാടി. ആൻഡ് ഗൈസ്, ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. നമ്മുടെ വീട്ടിലാണ്. കാരണമല്ല, ഞാൻ മെനങ്ങാന്ന് വന്നു. ആൻഡ് വന്നതിൻ്റെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം വരുമ്പോൾ ഭയങ്കര ക്ഷീണിച്ചാണ് വന്നത്. അതുകൊണ്ട് വരുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത് അതുകൊണ്ടാണ്. ആൻഡ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്നിരുന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ഭയങ്കര ആഗ്രഹം. ഒന്നാമത്തെ കാര്യം, പായസം കുടിക്കാൻ നല്ല ഒരു ആഗ്രഹിച്ചിരുന്നതാണ്. ആൻഡ് അപ്പോൾ ഈ വീഡിയോ കൂടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ആ ഒരു കണ്ടൻറ്റ് തന്നെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാമെന്ന്. എനിക്കറിയത്തില്ല ഇത് എത്രമാത്രം സക്സസ് ആയിട്ട് വരുമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഈ ഡയറി മിൽക്കിന് വേണ്ടിയിട്ട് എൻ്റെ അനിയന്മാർ കുറേ നേരം തപ്പി. ഞാനിവിടെ ഉമ്മയുടെ കബേർഡിൽ വെച്ചുകൊണ്ട് കണ്ടില്ല, ഭാഗ്യത്തിന്. എന്തായാലും സക്സസ് ആയാലും ഫ്ലോപ്പ് ആയാലും ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. ആൻഡ് സക്സസ് ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ അവർ മേടിച്ച പോലെ അത്രയും വലിയ ഡയറി മിൽക്ക് ഇല്ലെങ്കിലും ഈ 2 വെച്ചിട്ട് നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ സെറ്റാക്കാം. അപ്പോൾ നമുക്കിനി അടുക്കളയിലോട്ട് പോകാം. ആൻഡ് ഗൈസ്, വേറൊരു കാര്യം കൂടി, ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടോ എന്ന് എടുത്ത് വെച്ചപ്പോൾ ഉമ്മി അന്തം വിട്ടിരിക്കുമായിരുന്നു. കാരണം ഇതുവരെയും പായസം കുടിക്കുക മാത്രമല്ലാണ്ട് ഞാൻ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് കൂടിയില്ല. അപ്പോൾ ഉമ്മയ്ക്ക് മനസ്സിലായി വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ഉണ്ടാക്കാം. വാലന്റൈൻസ് ഡേ അബ്ദുള്ളക്കാരൻ ഡയറി മിൽക്ക് കൊടുക്കാത്തതുകൊണ്ട് ഞാൻ മേടിച്ച ഡയറി മിൽക്ക് എടുത്ത് സ്നാപ്ചാറ്റിൽ സ്നാപ്പ് ഇടുന്നു. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. വീഡിയോയിൽ വരാൻ പറ്റത്തില്ല, പക്ഷെ ഡയറി മിൽക്ക് വേണമല്ലേ, കാത്തിരുന്നു. അപ്പോൾ തരാം. അപ്പം ആദ്യം നമ്മൾ ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്യാൻ പോവുകയാണ്. മെൽറ്റായി, ഇനി അതൊട്ട് മെൽറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ക്ലോസപ്പ് എടുക്കണം. ഉമ്മയുടെ ചളി ഒന്ന് കേൾപ്പിച്ചേ. ക്ലോസപ്പ് എടുക്കാൻ പേസ്റ്റ് ആണോ? നോക്കണ്ട കേൾപ്പില്ല. അരമണിക്ക് നേരെ ഹേസൽനട്ട്. ഡയറി മിൽക്ക് വന്ന് കഴിക്കുന്നവന്മാർ ഇനിയെങ്കിലും വീഡിയോ എടുത്തു തരുമോ? വീഡിയോ എടുത്തു തരുമോ? അയ്യേ. അങ്ങനെ നമ്മൾ ഡയറി മിൽക്ക് മൊത്തം മെൽറ്റ് ആക്കി. മെൽറ്റ് ആവുന്നില്ലല്ലോ. ഒന്ന് പിടിച്ചു തന്നപ്പോഴോ? ഒന്ന് ഡയറി മിൽക്ക് ഹേസൽനട്ടും ഒന്ന് ഡയറി മിൽക്ക് ഇത് ക്രാക്കിളും. ഇത് ഓക്കെ. നമ്മുടെ പ്രോ ഷെഫ് അബ്ദുള്ള ബിൻ അൻസർ. എടാ കരി അത് ഓഫാക്ക്. കുറച്ച് ഇത് വെള്ളം ഒഴിക്കാം. ഓക്കെ, ഇത് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ നമ്മുടെ പ്ലാൻ ഇവിടെ സക്സസ് ആവുമോന്ന് അറിയത്തില്ല. ഞാനാണ് ഉണ്ടാക്കാൻ കയറിയതെങ്കിലും ഫുള്ളിപ്പോ ഉണ്ടാക്കുന്നത് ഇവന്മാരാണ്. ഡയറി മിൽക്കിൽ കിട്ടാത്തതിന്റെ പിണക്കമാണ് ഗൈസ്. ഇത്രയും ഡയറി മിൽക്കിന് ഇവിടെ അടിയുണ്ടോന്ന് എനിക്കറിയില്ല. അയ്യത് കോളമായി. മെൽറ്റ് ആക്കണ്ട, ഇങ്ങനെ അല്ലായിരുന്നു.
ഓക്കെടാ. എന്തായാലും ഇനി നമുക്ക് എന്തായാലും വെച്ച് പാല് വെക്കാം. കറക്റ്റ് ആയോ? പക്ഷെ ഇതിനകത്ത് ക്രാക്കിളും ഹേസൽനട്ടും ആയോണ്ടാണ്. പക്ഷെ ഇതിന്റെ ഇതെന്താ, ഇനി നമ്മൾ ഇതിനകത്തോട്ട് അടയിടാൻ പോവാണ്. അട ഓക്കെ. ഇത് എത്ര ഇടണം അമ്മേ? അയ്യേ, ഇത് എത്ര ഇടണം അമ്മേ? കുറച്ചിട്ട് ഞാൻ അപ്പൊ ഇനി നമുക്കിത് വേവുന്നിടം വരെ കാത്തിരിക്കണം. മിക്കവാറും ഇത് എന്തായാലും ഫ്ലോപ്പ് ആയി പോകും. എന്തായാലും ഫ്ലോപ്പ് ആയി ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. അട വേണമെന്നൊക്കെ സമയത്തിന് ഇപ്പോഴാണ് പറഞ്ഞു. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അട വേവിച്ച് കുക്കറിൽ വെച്ചേക്കാം. ഓക്കെ. ഇനിയിപ്പോ കുഴപ്പമില്ല, നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ആക്കാം. നമ്മള് ഉമ്മ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ഉമ്മയെ കാണിക്കേണ്ടെന്നാണ് അത് ആദ്യം ചെയ്യേണ്ടെന്ന് വെച്ചാൽ എല്ലാ സാധനവും എടുത്ത് ആദ്യം വെക്കണം. ആദ്യം എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് വെച്ച് ആദ്യം ഇതിനകത്ത് വേണ്ടത് ഈ അടയും പിന്നെ ഈ പാലും പിന്നെ ഈ ഡയറി മിൽക്കും. വേവിച്ചിട്ട് ഇടാവൂ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോ എന്തായാലും ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അട മാറ്റി സാരമില്ല, മോളുണ്ടായോ. ഓക്കെ. ഇപ്പൊ കൊറേ സമയം എടുക്കുമെന്നാണ് ഉമ്മ പറയുന്നത്. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. എന്തായാലും ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് നടക്കാവോ? നമുക്ക് കുറച്ച് നേരത്തേക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. അല്ല, ഇയാളെ എന്തോന്ന് അറിയുന്ന എങ്ങനെ? ഇത് മിക്കവാറും ഒരു ഗ്ലാസ് പായസമേ കിട്ടൂ. കാരണം ബാക്കി ഡയറി മിൽക്കും ഒപ്പം നമ്മൾ തിന്ന് തീർക്ക് അല്ലേ? എസ്പെഷ്യലി ഈ ക്യാമറാമാൻ ഫുള്ള് തിന്ന് തീർക്കും. അതുകൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ് പായസത്തിനുള്ള ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുന്നതിലല്ലേ കാര്യം അല്ല അബ്ദുള്ള? ഇത് എടുത്തതിന് ശേഷം എനിക്കൊരു വലിയ പണി കാണും ഇത് കഴുകുന്നത്. കാരണം ഉമ്മ എന്തായാലും കഴുകാൻ പോകുന്നില്ല. ഞാൻ തന്നെ ഇതൊക്കെ വൃത്തിയാക്കേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ അവസ്ഥ. എനിക്കറിയത്തില്ല ഇത് സെറ്റായോ ഇല്ലെന്ന്. പക്ഷെ ഓൾമോസ്റ്റ് സെറ്റായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നില്ല, ഇത് അടിക്ക് പിടിക്കുമെന്നാണ് മുമ്പേ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, നമ്മളിതൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നത് അല്ലേ അബ്ദുള്ള? അത്യാവശ്യം കഠിനാധ്വാനമുള്ളൊരു പരിപാടിയാണ്. ആൻഡ് ഗൈസ്, ഉടനെ തന്നെ ഞാനൊരു സ്റ്റാൻഡ് മേടിക്കുന്നതാണ്. കാരണം അല്ലെങ്കിൽ ഇവിടെ ഓരോരുത്തരുടെ കാലിൽ പിടിക്കണം വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഡയറി മിൽക്ക് പകുതി കൊടുക്കേണ്ടി വന്നു വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ അവസ്ഥ. സോ ഞാൻ സ്റ്റാൻഡ് മേടിച്ച് അപ്ഗ്രേഡ് ആകുമ്പോൾ ഇവന്മാരുടെ അതിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്പം നമ്മൾ ഈ പായസം തനിയെ ഉണ്ടാക്കും. ഇടയ്ക്കൊരു കരിഞ്ഞ മണം വന്നു. ഇല്ല, ഓഫാക്കാം. ഒന്നും മിണ്ടായിരിക്കും നിന്റെ വായും കൊണ്ട്. ഗായ്സ്, നമ്മുടെ പായസം ഓൾമോസ്റ്റ് ഇവിടെ സെറ്റായി. പാത്രം എടുക്കത്തല്ലോ, ഒരു ബൗൾ എടുത്തിട്ടോ. ഇതാണ് നമ്മുടെ പായസം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന സാധനം. ആൻഡ് ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മൾ ഇതിനകത്തോട്ടിട്ട് മിക്സ് ആക്കും. എടാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇത് ഈ ബൗളിലോട്ട് മാറ്റാൻ പോവാണ്. ബൗളുള്ള പ്ലേറ്റ്. എടാ, ഇതിന് ബൗൾ എന്നാ പറയുന്നത്. ഇത് ബൗളല്ല. അവന്റെ ഭാഷയിൽ ഇത് ബൗളല്ല, പക്ഷെ എന്റെ ഭാഷയിൽ ഇത് ബൗളാണ്. സോറി, ബൗള്. അപ്പോൾ ഇത് ഫുൾ ചോക്ലേറ്റ് ആണ്, നമ്മൾ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇതിനി മിക്സ് ചെയ്യണം. കാണിക്കണം.
ആക്ച്വലി ഗൈസ് ഞാൻ ഉണ്ടാക്കിയിട്ട് പറയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് എടാ നീയും കഴിച്ചിട്ട് പറഞ്ഞതാണ്. ഇതൊരു കുറച്ചും കൂടി ലൂസ് ആയിരുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഒരു പായസമാണ്. ഒരു പായസം കുറച്ച് കട്ടിയുള്ള പായസം അത്ര. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് ലൂസ് ആക്കി എടുക്കാം. കുളമാവത്തില്ല മോനെ. ഇവൻ എന്തിനാ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ശരിക്കും എനിക്കറിയത്തില്ല, പക്ഷെ ഇവൻ കഴിക്കാറാകുമ്പോ ഈ വരും. അപ്പൊ നമുക്ക് തരാം. കണ്ടില്ലേ എന്റെ ഡയറി മിൽക്ക് പ്രഥമൻ. നമ്മുടെ ഡയറി മിൽക്ക് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തിട്ട് അവരോട് തന്നെ ചോദിക്കാം. ഫസ്റ്റ് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? കാണിച്ചു നല്ല ഉണ്ടോ വീഡിയോ? ഇപ്പം ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാനാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാനല്ലോ കാലത്തിടോ. അതെ ഈ ഡയറി മിൽക്ക് പ്രഥമൻ ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞേ. ഒരു സ്പൂണേ കഴിക്കാവൂ, ഉമ്മിക്ക് വേണം. കഴിച്ചു നോക്കിയേ. എടാ ആദ്യമേ നീ കുറച്ച് സ്പൂൺ എടുത്ത് കഴിക്ക്. ഹൗസ് ഇറ്റ്? എങ്ങനെ ഉണ്ടെന്ന് പറ ഗൈസ്. ഈ റിയാക്ഷൻ കണ്ടാ നിങ്ങക്ക് മനസ്സിലാവും ഇതെന്ത് മാത്രം ടേസ്റ്റ് ഉണ്ടെന്ന്. തന്നെ മോനെ പുച്ഛിച്ചവർക്ക് മുന്നിൽ കണ്ടോ കണ്ടോടാ അവനെ പിടിച്ചു. ബ്രദർ കം ഹിയർ ബ്രദർ. എങ്ങനെയുണ്ട്? ഓക്കെ തന്നോ കുഴപ്പമില്ല. പിന്നെ അടുത്ത സ്പൂൺ എന്തിനാ എടുക്കുന്നേ? കൊള്ളത്തില്ല. എടാ സമ്മതിക്കണോടാ, ടേസ്റ്റ് ഉണ്ടെന്ന് സമ്മതിക്കണം. ഉമ്മ ഇവിടെ നിസ്കരിക്കുകയാണ്. ടേസ്റ്റ് ഉണ്ടെന്ന് സമ്മതിക്കണം. എങ്ങനെയുണ്ട് ഇപ്പൊ ടേസ്റ്റ്? പിന്നെ ആരെയും തീർക്കണ്ടോണ? എടാ ടേസ്റ്റ് ഉണ്ടേ പറ, നീ അംഗീകരിക്കും. ഗായ്സ് അപ്പോൾ ഉമ്മ നിസ്കരിച്ചുകൊണ്ടിരുന്നതാണ്. ഉമ്മ തന്നിട്ട് ഉമ്മയുടെ അഭിപ്രായം പറയുന്നതാണ്. കണ്ട എടാ അതാടാ നല്ല ടേസ്റ്റ് ഇല്ലേ അമ്മേ? ഇതൊന്ന് കുറച്ചും കൂടി വെന്താ മതിയായിരുന്നല്ലേ? അത് അട വേവിച്ച് സെപ്പറേറ്റ് കുക്കർ വേവിച്ചിട്ടാൽ ബാക്കിയല്ല. ഓക്കെ സദ്യയുടെ പ്രഥമൻ പോലെ ഡയറി മിൽക്ക് പ്രഥമന് നിനക്ക് പുച്ഛമാണെങ്കിൽ നീ തിന്നണ്ട. ഓക്കെ പറയുമ്പോഴേ അറിയൂ. അത്രയ്ക്ക് ടേസ്റ്റ്. എന്തിനാ ചോദിക്കുന്നത്? കണ്ടോ ലാസ്റ്റ് ഇവിടെ പിടിച്ചു പറയായി എന്റെ ഡയറി മിൽക്ക് പ്രഥമന് വേണ്ടി. അബ്ദുള്ള കാത്തിരിക്കുകയാണ് വീഡിയോ എപ്പോ ഓഫ് ചെയ്യുന്ന അപ്പം തട്ടി. എന്നാ വേണമെങ്കിൽ കഴിക്ക്. അബ്ദുള്ള സത്യസന്ധമായിട്ട് പറയാനുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു സാറ്? മധുരം മധുരം കൂടിയല്ലേ? മധുരം കൂടിയൊന്നുമില്ല ഗായ്സ്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആക്ച്വലി ഡയറി മിൽക്ക് പ്രഥമൻ അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ വിചാരിച്ച പോലെ ഫ്ലോപ്പായില്ല, അതാണ് മെയിൻ ഹൈലൈറ്റ്. പക്ഷേ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ഫ്ലോപ്പ് ആവുമെന്ന്, കാരണം ഇടയ്ക്കൊന്ന് കരിഞ്ഞു പിടിച്ചായിരുന്നു. പിന്നെ പ്രഥമൻ വെന്തിട്ടില്ലായിരുന്നു. പക്ഷേ ആക്ച്വലി ഇറ്റ് വാസ് ഗുഡ്, എല്ലാവർക്കും ഇഷ്ടമായി. ആൻഡ് അപ്പോൾ ഇനി അടുത്ത എങ്ങനത്തെ വീഡിയോസ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. മാക്സിമം ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്. പക്ഷെ മടിയാണ് ഗൈസ്, അതാണ് ഇടാൻ പറ്റാത്ത മെയിൻ കാര്യം. സോ ഇനി മുതൽ ഞാൻ റെഗുലറായിട്ട് ലോങ് വീഡിയോസ് ഇടും. ആൻഡ് മറ്റന്നാൾ ഞാൻ വീണ്ടും ഹോസ്റ്റൽ പോവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹോസ്റ്റൽ വ്ളോഗ്സ് കാണാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബൈ.